ശ്രീ വേണു നായർ, എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത്? ഇസ്രയേലിൽ എന്നല്ല ചോദ്യം, എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത്? എല്ലാവർക്കും ജയ്ഹിന്ദ്. ഇറാന് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം വരുന്നത്. ഇത് ഇറാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് തന്നെ പറയണം. ഇറാനും ഇസ്രായേലും തമ്മില് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു 1979 വരെ. ഷാ ഇറാന്റെ കാലത്താണെങ്കിലും അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. 79 ഷായുടെ ഭരണത്തിന് അവിടുത്തെ പൊതുജനത്തിന് ഇഷ്ടമായിരുന്നില്ല. വളരെ എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടൊരു ഭരണമാറ്റം വരണമായിരുന്നു. അപ്പോ രജലൂക്കോസ് പറഞ്ഞ പോലെ നമ്മുടെ വെസ്റ്റേൺ യൂറോപ്പിനെ എല്ലാം വെല്ലുന്ന രീതിയിലുള്ള സംസ്കാരവും ആധുനികതയുമായിരുന്നു അവിടുത്തെ അന്നത്തെ ലേഡീസിന്റെ ഈ പറഞ്ഞ പോലെ അവരുടെ വസ്ത്രധാരണവും അവരുടെ നൈറ്റ് ലൈഫും എല്ലാം എന്നെ പോലുള്ളവർ അതിന്റെ പലതും കണ്ടിട്ടുള്ളതാണ്. 60കളിലാകട്ടെ 70കളിലാകട്ടെ ഒക്കെ കണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇറാന്റെ ധനസഹായത്തോടു കൂടിയാണ് നമ്മുടെ രാജസ്ഥാൻ കനാൽ അതിന്റെ ഒക്കെ തുടക്കം അദ്ദേഹത്തിന്റെ ധനസഹായത്തോടു കൂടിയാണ്. അപ്പൊ 79 ഇങ്ങനെ ഒരു ഭരണമാറ്റം വന്നപ്പോൾ അവർ തിയോക്രാറ്റിക് സൊസൈറ്റി ഗവൺമെന്റ് ആയിട്ട് മാറി. അതിന്റെ നമ്പർ 1 എല്ലാത്തിനും അവിടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം, മജ്ലിസും അതുപോലെ എല്ലാം ഉണ്ടെങ്കിലും, പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവിടുത്തെ ഒരു എക്സ്പേർട്സിന്റെ അസംബ്ലിയാണ് ഈ ഒരു അയ്യത്തുള്ള ഒരു ഖൊമൈനി നേതാവ് എല്ലാത്തിന്റെയും നമ്പർ 1 ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഫോർ ലൈഫ് ആണ്. ആദ്യത്തെ അയ്യത്തുള്ള ആയിരുന്നത് റഹൂമുള്ള ഖൊമൈനി ആയിരുന്നു. അദ്ദേഹം 79 മുതൽ 89 വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ തിയോക്രാറ്റിക് സൊസൈറ്റി ആയിട്ട് ആ രാജ്യത്തെ മാറ്റിയപ്പോൾ അത് ആകെ ഒരു നല്ല നാളെയൊക്കെ ആയിരിക്കുമെന്നാണ് അവരെല്ലാം വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിച്ചത്. ഒരു 70കളിലാണ് ഈ ന്യൂക്ലിയറിന്റെ ഇതിന് ഷാ അധികാരത്തിലായിരിക്കുമ്പോൾ US അവരെ സഹായിക്കുന്നത്. അത് 79 ഇങ്ങനെ തക്ത പലട്ടെ എന്നവർ പറഞ്ഞ പോലെ അധികാരം മാറിയപ്പോൾ US പിന്മാറി. അപ്പൊ അതിനുവേണ്ടി സാങ്ഷൻ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ന്യൂക്ലിയർ ആകാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഈ അവരുടെ കുറെ ഇങ്ങനെ എയിമുകൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് ഈ ജൂതന്മാർക്കെതിരായുള്ള അവരെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നുള്ള ഒരു പ്രധാന പോയിന്റുകൾ ഒന്ന് അതായിട്ട് വന്നു. എന്ന് വെച്ചാൽ ഇറാൻ വിചാരിക്കുന്നത് ഈ പാലസ്തീനുകൾക്ക് അവർക്കായിരുന്നു ഈ ജൂതരാഷ്ട്രം അല്ലാതെ പലസ്തീനുകൾക്ക് വേണ്ട രാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ അൺവാണ്ടഡ് ആളുകളാണ് ഈ ജൂതന്മാർക്ക്, ഇവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രത്തിനുള്ള അധികാരമില്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ ഈ 2 ഭൂപ്രദേശങ്ങളും തമ്മിൽ ഒരു അയൽ രാജ്യമാകേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഇസ്രായേലിനെതിരായിട്ട് അവരുടെ നിലനിൽപ്പിന്റെ കാര്യം തുടക്കം മുതൽ എല്ലാവർക്കും അറിയാവുന്നല്ലോ. 48 യുദ്ധമാകട്ടെ, അവിടുത്തെ എല്ലാ അയൽക്കാരും കൂടെയാണ് ഇവരുടെ മേലിലേക്ക്. അന്നൊരു നല്ലൊരു ഗവൺമെന്റ് പോലെയോ നല്ലൊരു ആർമി പോലെയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ബ്രിട്ടനെതിരായിട്ടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മലേഷ്യയൊക്കെ ഒരുമിച്ചാണ് അവര് പിടിച്ചു നിന്നത്. അപ്പൊ അവരുടെ എല്ലാം പുറകിലുണ്ടായിരുന്നത് അവരുടെ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ആകാംക്ഷ, അതിന്റെ അത്യാവശ്യം. അതുകൊണ്ടാണ് അവർ ആ ഒരു രാഷ്ട്രം ഓൾഡാമീറിനെ കൂട്ടോ അതിന് മുമ്പുള്ള ബംഗാറിയനെ കൂട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിനോട് കൂടി അവര് അങ്ങനെ ഒരു രാഷ്ട്രമായിട്ട് നിന്നു. 48 അവര് ശിഥിലീകരിച്ച് പോകേണ്ടതാണ്. അതുപോലെ തന്നെ 67 വാറില്, 73 വാറില്, അതുപോലെ 73 വാറില് ഇസ്രായേൽ ടോട്ടലി സർപ്രൈസ് ആയി പോയായിരുന്നു. അവർ 23 പ്രാവശ്യം അവരുടെ നദി വരും എന്നിട്ട് തിരിച്ചു പോകും. 23ാമത്തെ പ്രാവശ്യമാണ് അവർക്ക് ക്രോസ് ചെയ്തത്. അത് യോം കിപ്പർ ദിനമായിരുന്നു അന്ന്. ഇപ്പൊ ഇവിടെ പിന്നെ നടന്നതുപോലെ ഈ യോം കിപ്പർ ദിനത്തിലായിരുന്നു അന്നും 73-ൽ നടന്നത്. അത് അന്ന് ഒരു തുടക്കത്തിൽ റിവേഴ്സലായിരുന്നു. പക്ഷെ അത് സ്വന്തം വിജയമാക്കി മാറ്റി 73-ല് അവര് വിജയിച്ചു. അപ്പോ ഈ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ നിലനിൽപ്പിനുള്ള ഒരു യുദ്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇറാൻ വിചാരിക്കാത്ത തരത്തിലുള്ള
NPT സൈൻ ചെയ്തിട്ടുണ്ട്. നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിൽ 1968 ഇറാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന, അവർക്ക് ന്യൂക്ലിയർ ബോംബ് അവർക്ക് എന്തിനാണ് ഉണ്ടാക്കുന്നത്?